അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യത്തെ മാസവുമാണ് മുഹറം. മാത്രമല്ല, മുഹറം മാസത്തെ അള്ളാഹുവിനോട് ചേർത്തി പറഞ്ഞിട്ടുള്ളതും ഇതിൻ്റെ ശ്രേഷ്ഠതയായി കണക്കാക്കാവുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ളലു സിയാമി ബാദ ഷഹരി റമളാൻ സിയാമു ഷഹരില്ലാഹിൽ മുഹറം. റമളാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നിവയാണ് പവിത്രമായ ആ 4 മാസങ്ങൾ. ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുള്ള പറഞ്ഞു, നിശ്ചയം അള്ളാഹു വർഷത്തെ പവിത്ര മാസം കൊണ്ട് തുടങ്ങുകയും പവിത്ര മാസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു പവിത്രമാക്കിയ മാസം എന്ന നിലക്ക് മുഹറം മാസത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്, അവൻ്റെ തഖ്വയുടെ ഭാഗവുമാണ്. സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുഅല്ലിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ തഖ്വയിൽ നിന്നുണ്ടാകുന്നതത്രേ. അതുപോലെ തന്നെ ഈ മാസത്തോട് അനാദരവ് കാണിക്കരുത് എന്നും അള്ളാഹു സത്യവിശ്വാസികളോട് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശാഇറല്ലാഹി വലശ്ശഹ്റൽ ഹറാം. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത്, പവിത്രമായ മാസത്തെയും. ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയത്തിൽ പോലും ഖുറൈശികൾ മുഹറം മാസത്തിൽ ചില ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചിരുന്നു. റമളാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ആശുറാഇൻ്റെ നോമ്പ് അനുഷ്ഠിക്കുവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് കൽപ്പിച്ചിരുന്നു. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം അത് സുന്നത്താക്കുകയാണ് ചെയ്തത്. ആശുറാ എന്ന നോമ്പിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ഏറെ ബന്ധമുണ്ട്. ഈ ദിവസത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബനു ഇസ്രായേലിയരെയും അള്ളാഹു ഫിറൗനിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. ഇതിന് നന്ദി എന്നോണം ആ ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, വസിയാമു യൗമി ആശൂറാ അഖ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബ്ലഹു. ആശൂറാ ദിനത്തിലെ നോമ്പാകട്ടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുഹറം 9-ന് താശുവാ എന്നാണ് പറയുന്നത്. ആശുറാ ദിവസത്തോടൊപ്പം താസുവാവും കൂടി നോമ്പ് നോൽക്കൽ സുന്നത്തായ കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നാം 9-ാം ദിവസം കൂടി നോമ്പനുഷ്ഠിക്കും. ഇത് ജൂത ക്രൈസ്തവരിൽ നിന്നും വ്യത്യസ്തമാകുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9-ാം ദിവസം കൂടി നോമ്പനുഷ്ഠിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അടുത്ത വർഷം കടന്നു വരുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മുഹറം 10-നോടൊപ്പം മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുന്നത് സുന്നത്തായ കാര്യമാണ്. എന്നാൽ സഹോദരന്മാരെ, വളരെ ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹറം മാസത്തെ പുണ്യമാസമെന്നും അള്ളാഹുവിൻ്റെ മാസമെന്നും വിശേഷിപ്പിക്കുകയും അതിനെ അനാദരിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടും മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ ഈ മാസത്തെ നഹ്സിൻ്റെ മാസമായി കാണാറുണ്ട്. പ്രത്യേകിച്ച് അതിലെ ആദ്യത്തെ 10 ദിനങ്ങളെ. ആ ദിനങ്ങളിൽ അവർ യാത്ര പുറപ്പെടുകയോ വിവാഹം കഴിക്കുകയോ വീട് നിർമ്മാണം ആരംഭിക്കുകയോ വീട്ടിൽ താമസം ആരംഭിക്കുകയോ മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാറില്ല. കാരണം ആ ദിവസങ്ങൾ ദുശ്ശകുനത്തിൻ്റെ ദിനങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴുവൻ കാര്യങ്ങളിലും പിൻപറ്റിയ സശ്ചരിതരായ സഹാബികളോ അവർക്ക് ശേഷം വന്ന താബിയങ്ങളോ സലഫുകളോ ഒന്നും തന്നെ ഇപ്രകാരം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഇസ്ലാം ഏതെങ്കിലും ദിവസത്തെയോ മാസത്തെയോ ദുശഗുണത്തിൻ്റെ ദിവസമായും മാസമായും പഠിപ്പിക്കുന്നില്ല.
ഏതെങ്കിലും ദിവസത്തെയോ മാസത്തെയോ ദുഷിച്ചു പറയുന്നത് അള്ളാഹുവിങ്കിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹ്റ ഫഇന്നല്ലാഹ ഹുവദ്ദഹ്ർ. നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, തീർച്ചയായും അള്ളാഹുവാണ് കാലം. അതിനാൽ സഹോദരങ്ങളെ, മുഹറ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ അള്ളാഹു പവിത്രം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായി കണക്കാക്കിയ 4 മാസത്തിൻ്റെയും പവിത്രത ഉൾക്കൊള്ളുകയും പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.